അങ്ങനെ നമ്മൾ നമ്മുടെ പാർക്കിൽ എത്തി. നല്ല അടിപൊളി പാർക്കാണ്. ഒത്തിരി ആൾക്കാരുണ്ടാകും കേട്ടോ. കൂട്ടം തെറ്റി പോകരുതേ. എല്ലാവരുടെയും ഛർദിയും വയറിളക്കൊക്കെ മാറിയില്ലേ? മാറി, കുണിക്കീടെ മാറി. എന്താണ് തീയക്കുട്ടി, ഓക്കെ ആയോ? അതെന്താ മാൾ ടീച്ചർ എന്നോട് ചോദിക്കുന്നേ? ഞാൻ മാത്രമല്ലല്ലോ ഛർദിച്ചത്, ടീച്ചറും കൂടി ഛർദിച്ചില്ലേ? ആ ബെസ്റ്റ്, നീ ഛർദിച്ചോണ്ടാ ഞാനും ഛർദിച്ചേ. അതൊക്കെ പോട്ടെ, എന്തായാലും എല്ലാവരുടെയും മാറിയല്ലോ. നമ്മൾ അകത്തേക്ക് കയറാൻ പോകുക. ടീച്ചറും പുഷ്പാന്റിയും പറയണത് എല്ലാവരും കേൾക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അടുത്ത വർഷം ഈ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ടൂർ പോകുമ്പോൾ പറഞ്ഞു കേൾക്കാത്തവരാരെയും ഞാൻ കൊണ്ടുപോയില്ല. കറക്കും കിങ്ങിണി കറക്കും കിങ്ങിണി കറക്കും കിങ്ങിണി കറക്കും കിങ്ങിണി. കറക്കും കിങ്ങിണിയോ? ഇയാൾ എന്തൊക്കെയായി പറയുന്നേ? ടിയ, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണമെന്ന് ഞാൻ ടിയനോട് പറഞ്ഞിട്ടില്ലേ? അതെന്തൊരു ഗെയിമാണ്, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വാ വാ, ഈ സുന്ദരിയുടെ പുറത്ത് കയറുന്നോ? ഇത് ശരിക്കും ആനയാണോ? ഇത് എന്ത് ഗെയിമാ? ശരിക്കും ആനയൊന്നും അല്ല, ഇതേ റോബോട്ടിക് ആനയാ. കിങ്ങിണി എന്നാ പേര്. കറക്കും കിങ്ങിണി എന്നാ ഈ ഗെയിമിന്റെ പേര്. കറക്കും കിങ്ങിണിയോ? അത് കൊള്ളാലോ. എങ്ങനെയാ ഈ ഗെയിം? ആർക്ക് വേണമെങ്കിൽ ഈ ആനയുടെ മുകളിൽ കയറി ഇരിക്കാം. കയറി ഇരുന്ന് കഴിയുമ്പോൾ ഇവള് കറങ്ങാൻ തുടങ്ങും. കറങ്ങാനും ഡാൻസ് കളിക്കാനും. വീഴാതെ പിടിച്ചിരുന്നാലേ 1000 രൂപ സമ്മാനം. 1000 രൂപ സമ്മാനോ? കൊള്ളാലോ. ചേച്ചി, നമുക്ക് പങ്കെടുത്താലോ? കണ്ടിട്ട് ശരിക്കും ആനയെ പോലെ ഉണ്ട്. കുട്ടികൾ പേടിക്കും. പേടിക്കൊന്നുമില്ല, ഇത് റോബോട്ടിക് ആനയാണ്. നിങ്ങൾ വന്ന് അടുത്തതൊന്ന് നോക്കൂ, അപ്പൊ അറിയാം. ശരിയല്ലോ, ഇത് റോബോട്ടിക് ആനയാ. എടി മണ്ടി, ഇവര് വെറുതെ പറയുന്നതാ. ഇത് ശരിക്കും ആനയാ. നീ കേറിയാലേ നിന്നെ ആന ഇടിച്ചിടും. വെറുതെ കൊച്ചിനോട് ഇല്ലാത്തതൊന്നും പറയണ്ട. ശരിക്കും ആനയാണ് പോലും. ഇതൊരു റോബോട്ടിക് ആനയാ. കുണിക്ക് ധൈര്യമായിട്ട് കയറിക്കോ. വാ കുണിക്കോ, കുണിക്ക് ഇങ്ങ വാ. ദേ കിങ്ങിണിയുടെ മുകളിലോട്ട് കയറിക്കോ. വാ കുണിക്ക്, ടീച്ചർ ഇവിടെ ഉണ്ടല്ലോ, പേടിക്കണ്ട. ബാക്കിൽ ചവിട്ടി അങ്ങ് കയറിക്കോ. കുണിക്കുമോളെ, റെഡിയല്ലേ? പിടിച്ചിരുന്നോട്ടോ. അങ്കിൾ ഇതേ സ്വിച്ച് ഓൺ ചെയ്യാൻ പോകുക. ഇപ്പൊ കറക്കും നമ്മുടെ കിങ്ങിണി. ഇവള് വീണാ മതിയായിരുന്നു. ഇതാ കറക്കാൻ പോകുന്നു. കറക്കും കിങ്ങിണി. അയ്യോ, ഇത് എണീറ്റാണല്ലോ കറങ്ങുന്നേ. കറങ്ങട്ടങ്ങനെ കറക്കും കിങ്ങിണി. അയ്യോ, കുണിക്കുമോള് വീണാലോ. അങ്കിളെ മതി, ഇത് നിർത്താം. അയ്യോ മോളെ, ഇത് സ്വിച്ച് ഓൺ ആക്കി. ഇനി ഇതിന്റെ റൗണ്ട് കംപ്ലീറ്റ് ആകാതെ ഇത് നിർത്തില്ല. അല്ലെങ്കിൽ ആള് താഴെ വീഴണം. താഴെ വീണാൽ ഗെയിം തോറ്റു. എന്ത് ഗമയായിരുന്നു അവക്ക് ആനയുടെ പൊക്കത്ത് കയറാൻ പോയപ്പോ. ഇപ്പൊ കിടന്ന് കരയണ കണ്ടില്ല. ഇതിനൊക്കെ അങ്ങനെ തന്നെ വേണോടി. അയ്യോ, കുണിക്ക് നല്ലപോലെ പേടിക്കുന്നുണ്ടല്ലോ. ചേട്ടാ, ഇത് നോക്കിയേ. അയ്യോ പാവം കുണിക്ക്, അവളെ ഇറക്കാൻ പറ. അയ്യോ, കുണിക്ക് വേദന എടുത്തിട്ടാണോ കരയുന്നേ? അല്ല മോളെ, വേദനയൊന്നുമില്ല. ഈ താഴെയൊക്കെ സ്പോഞ്ചാ. വീണാലും വേദനയൊന്നും എടുക്കൂല. അത് ചിലപ്പോ പേടിച്ചിട്ടായിരിക്കും. പേടിയുള്ളവർ ഇങ്ങോട്ട് മാറി നിൽക്ക്. പേടിയില്ലാത്തവര് കയറട്ടെ. ഇങ്ങോട്ട് വാ കുണിക്ക്. പോട്ടെ കുണിക്ക്, സാരിയില്ല, കാര്യണ്ട കേട്ടോ. ഇനി ആരെങ്കിലും കയറുന്നുണ്ടോ കറക്കും കിങ്ങിണിയില്? അയ്യോ വേണ്ട, നമുക്ക് പോവാം. ആ, ഒരാൾ കയറാനുണ്ട്. ആരാ? നീയാണോ? നിന്റെ അനിയത്തി വീണ പോലെ കിടന്ന് വീഴാൻ വേണ്ടിട്ട്? ഞാനല്ല. ഇവിടെ ധൈര്യം ഇല്ലാത്തവർ മാറി നിൽക്ക്. ധൈര്യമുള്ളവർ കയറട്ടെ എന്ന് പറഞ്ഞില്ലേ? നീ തന്നെ. നീ അടുത്തത് കയറേണ്ടത്. ഞാൻ എന്തിനു കയറണം? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ കയറി ജയിച്ച് കാണിക്ക്. 1000 രൂപ നേടി കാണിക്ക്. നീ കുണിക്ക് കയറിയപ്പോൾ നീ കളിയാക്കിയല്ലോ. അതൊരു കുട്ടിയാ. അത് അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യുന്നുണ്ട്. നീ ട്രൈ പോലും ചെയ്യാതെ ഇവിടെ നോക്കി നിന്ന് കളിയാക്കുമല്ലേ? നീ കാണിക്ക്. അനിയത്തി വീണപ്പോൾ നല്ല സങ്കടം ഉണ്ടല്ലേ? ഇത്ര ചീപ്പ് ആൻഡ് സിമ്പിൾ ഗെയിമിനൊന്നും ഞാൻ ചേരാറില്ല. ഇതൊക്കെ എനിക്ക് സിമ്പിളാണ്. 1000 രൂപ എൻ്റെ പോക്കറ്റ് മണിയായിട്ട് തന്നെ കിട്ടും. പിന്നെ ഞാൻ എന്തിനാ ഇതിൽ കയറി പൈസ വാങ്ങണം? ഇതൊരു ചലഞ്ചായിട്ട് എടുക്കും ടീയക്കുട്ടി. ടീയക്കുട്ടി കയറൂ. ടീയെ, നീ എനിക്ക് കയറ്. ഇത് നിന്റെ അഭിമാന പ്രശ്നമായി. ഇവള് പറയുമ്പോ ഞാൻ അനുസരിക്കണോ? എനിക്ക് പറ്റില്ല കയറാൻ. ഓക്കെ, നീ കയറണ്ട. അപ്പൊ നീ സമ്മതിക്കുക. നിനക്ക് ഇത് കയറാൻ ധൈര്യമില്ല, നീ സമ്മതിക്ക്. എനിക്ക് നല്ല ധൈര്യമുണ്ട് മോളെ. സമയം കളയാതെ കയറും മോളെ. നമുക്ക് പോകാം. ഈ ടീയക്കുട്ടി ഡയലോഗടി മാത്രമേ ഉള്ളൂ. ഇവളെ പേടിത്തോറിയാ, പേടിത്തോറി. ആർക്കാടി പേടി? അങ്ങോട്ട് മാറ്, ഞാൻ കാണിച്ചു തരാൻ കയറുന്നത്. ഒരു റോബോട്ടിക് ആന. ഞാൻ റെഡി. കറക്കും കിങ്ങിണി സ്റ്റാർട്ട്. അയ്യോ കിങ്ങിണി കറങ്ങട്ടെ. അയ്യോ, ഈ മെനകെട്ട ആന. ഇതിനെ ഞാനൊന്ന് ശരിയാക്കുന്നുണ്ട്. തോറ്റെങ്കിൽ തോൽവി സമ്മതിക്കും മോളെ. നിലത്തോട്ട് വീണോ? അതാ നല്ലത്. അതിന്റെ പൊക്കത്തിരുന്ന് ആനേനെ പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യോ 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 അയ്യോ.